ഞാനിവിടെ ആ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ആളുടെ ചർച്ച ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. ഞാൻ ഇന്ന് മറ്റേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റ് തന്നതിനകത്ത് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ് കാണുന്നത്. മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു എന്നാണ്. അപ്പോൾ ഞാനിവിടെ വന്നിരുന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായിപ്പോയി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വരാജാണ് ജയിച്ചത്, ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏറ്റവും മിനിമം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് പരാജയപ്പെട്ടു, ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാതെ അവിടെ 300 വോട്ട് കൂടി, ഇവിടെ 400 വോട്ട് കൂടി, ആ മറ്റേതിനേക്കാൾ ആ 15 വോട്ട് അങ്ങോട്ട് പോയില്ലേ, ഇവിടുത്തെ 22 വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരുടെ ജനവിധിയെ പിന്നെയും പരിഹസിക്കുക. നിങ്ങൾ പരിഹസിച്ചോളൂ, അത് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം. പക്ഷേ അതിന് പിന്നെയും ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ തോറ്റു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലോ. അതല്ലാതെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അവിടെ 300 വോട്ട് കൂടി, ശ്രീ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞില്ലേ, ആ 3000 വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ശ്രീ എം സ്വരാജ് ആണോ? എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എതിരെ നിൽക്കുന്ന ആളുകൾ നമ്മളെ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ശ്രീ സ്വരാജ് സ്ഥാനാർത്ഥിയായെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ UDF-ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു, ഉത്തരവാദിത്തത്തോടെയാണ് പറയുന്നത്. UDF-ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. CPM-ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും തന്നെ സ്ഥാനാർത്ഥിയാകണം. തൃക്കാക്കരയിൽ CPM മത്സരിച്ചില്ല, പകരം സ്വതന്ത്രനെ മത്സരിച്ചു. പരാജയപ്പെട്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഈ ചങ്ങാതിമാർ വന്നിരുന്നു പറഞ്ഞത് അവിടെ സ്വതന്ത്രനെ നിർത്തിയത് കൊണ്ട് തോറ്റുപോയി എന്നാണ്. പാലക്കാട് ഇതിനേക്കാൾ വലിയ കോലാഹലം ഉണ്ടാക്കി. എന്നിട്ട് ഇവർ തോറ്റുപോയപ്പോൾ ഇവർ വന്ന് പറഞ്ഞത് പാർട്ടി മാറിയാളെ മത്സരിപ്പിച്ചത് കൊണ്ടാണ് തോറ്റത്. അപ്പോൾ ഞങ്ങൾക്ക് UDF-ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മത്സരിക്കണം എന്നുള്ളതിനകത്ത്. അതിപ്പോൾ CPM തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ നമ്പർ 1 കാൻഡിഡേറ്റ് ആണെന്ന്. അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ കുഴിച്ച കുഴിയിൽ അവർ വന്ന് വീണതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത് മറ്റു വേറെ തരത്തിലൊന്നുമല്ല. ഞങ്ങൾ എന്തായാലും വെല്ലുവിളിച്ച് വരുത്തുന്നത് ഇവരെ വാഴിക്കാൻ വേണ്ടിയിട്ടല്ലോ. സ്വാഭാവികമായിട്ട് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖനെന്ന് അവർ പറയുന്ന ആളെ തന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇവർ പറയുന്ന നമ്പർ 1 കാൻഡിഡേറ്റ് ഇവരുടെയാണ്, ഇവരുടെ വാദമാണ് നമ്പർ 1 കാൻഡിഡേറ്റ്. ആ കാൻഡിഡേറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കണക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും ചില കണക്കുകൾ പറയാം. ആ കാൻഡിഡേറ്റ് ശ്രീ എം സ്വരാജ്, അദ്ദേഹം ജനിച്ച പോത്തുകലിലെ 118 നമ്പർ ബൂത്തിൽ 71 വോട്ടിന് അദ്ദേഹം പിന്നിലാണ്. അദ്ദേഹം ജനിച്ച ആ പോത്തുകൽ പഞ്ചായത്തിൽ 307 വോട്ടിന് അദ്ദേഹം പിന്നിലാണ്. ഞങ്ങൾക്ക് ലീഡുണ്ട്. ഇനിയും അദ്ദേഹം പഠിച്ച ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി അങ്ങനെ എന്തൊക്കെയോ നൊസ്റ്റാൾജിക് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച ചുങ്കത്തറ മർത്തോമ കോളേജ് ഇരിക്കുന്ന 149 നമ്പർ ബൂത്ത്, ആ 149 നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് 95 വോട്ടിന്റെ ലീഡുണ്ട്. അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങൾ ഇരിക്കുന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 1287 വോട്ടിന്റെ ലീഡുണ്ട്. ഇനി അദ്ദേഹം ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 40 നമ്പർ ബൂത്തിൽ 202 നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് 40 വോട്ടിന്റെ ലീഡുണ്ട്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന അതേ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ ആകെ ലീഡ് 3967. ഏത് നിലമ്പൂർ? ഇവരുടെ മുനിസിപ്പൽ ചെയർമാൻ ഇരിക്കുന്ന നിലമ്പൂരിൽ. അപ്പോൾ അദ്ദേഹം ജനിച്ചിടത്ത് ഞങ്ങൾക്ക് ലീഡ്, അദ്ദേഹം പഠിച്ചിടത്ത് ഞങ്ങൾക്ക് ലീഡ്, ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ലീഡ്. അപ്പോൾ എന്ത് കണക്കിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്? ഞങ്ങൾ അങ്ങനെയൊന്നുമുള്ള നമ്പറിലേക്കല്ല പോകുന്നത്. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ജീവൽ പ്രശ്നങ്ങൾ വെച്ചു. ഇവർ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ എന്താ വെച്ചത്? ഞങ്ങൾ ഡേ 1-ൽ ഞങ്ങളുടെ ആദ്യത്തെ ക്യാമ്പയിൻ എന്തായിരുന്നു? നിലമ്പൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ആ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ ഇരകളാക്കപ്പെട്ടവർ, അതിൽ രക്തസാക്ഷിത്വം വരിച്ച മനുഷ്യന്മാർ, ഉറ്റവർ, ഉടയവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരെ വെച്ചിട്ട് ഞങ്ങൾ സംഗമം നടത്തി. ആ സംഗമം PCC-യുടെയും UDF-ൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അത് ആസൂത്രണം ചെയ്തു. ആ പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അതിന് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൺവെൻഷൻ ഇടയ്ക്കാണ് ശ്രീ KC വേണുഗോപാൽ വന്നിട്ട് പെൻഷൻ വിഷയം ഞങ്ങൾ വെച്ച എല്ലാ കെണിയിൽ ഇവർ വന്ന് വീണു. പെൻഷൻ വിഷയം അദ്ദേഹം ഓപ്പൺ ചെയ്തു. ശ്രീ KC വേണുഗോപാൽ പെൻഷൻ വിഷയം ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും മുഖ്യമന്ത്രി തൊട്ട് മുഴുവൻ ആളുകളും ഇറങ്ങി. ഇവർ പെൻഷൻകാരെ വെച്ചിട്ട് സംഗമം നടത്തി. ആ സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾ പോലും ഞങ്ങൾ വോട്ട് ചെയ്തു. കാരണം എന്താ? പെൻഷൻ കൃത്യമായി കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട്, 17-18 മാസമായി ആ സാധുക്കൾക്ക് അവർ അംശാദായം അടയ്ക്കുന്ന, ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുമൊക്കെ ഒരു വീട് വെച്ചാൽ നമ്മൾ കൂടി അതിലേക്ക് പങ്കുവഹിക്കുന്ന പെൻഷൻ കിട്ടിയിട്ട് 17-18 മാസമായി. അപ്പം ഞങ്ങൾ ഈ പെൻഷൻകാരുടെ സംഗമം നടത്തി. അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുണ്ടായി. ഞങ്ങൾ ഏത് നിലയിലാണ് പുറകിലേക്ക് പോയത്? ആധികാരികമായ വിജയമല്ലേ? ഒരു പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലായിടത്തും ഞങ്ങൾക്ക് ലീഡ്, ഒരുവിധം എല്ലാ റൗണ്ടിലും ഞങ്ങൾക്ക് ലീഡ്. ഈ ലീഡൊക്കെ കാണിക്കുന്ന ആധികാരിക വിജയം എന്നാണ്. ഞങ്ങളിത് പെട്ടെന്നുണ്ടായൊരു വിജയമൊന്നുമല്ല. ശ്രീ PV അൻവർ എന്ന് പറയുന്ന അവിടുത്തെ CPM-ന്റെ സിറ്റിംഗ് MLA രാജിവെച്ചപ്പോൾ ആ ദിവസം തന്നെ
PCC ശ്രീ AP അനിൽകുമാർ എന്ന് പറയുന്ന KPCC ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് ചുമതല കൊടുത്തു. അതിനുശേഷം അവിടെ പുതിയതായിട്ട് ബൂത്തുകൾ രൂപപ്പെട്ടു. മൊത്തം 263 ബൂത്തുകൾ ഉണ്ടായിരുന്നു. ആ 223 ബൂത്തുകളിലും PCCയുടെയും UDFന്റെയും നേതൃത്വത്തിൽ കമ്മിറ്റികൾ എടുത്തു. UDF കമ്മിറ്റിയും അതുപോലെ തന്നെ ബൂത്ത് കമ്മിറ്റി, കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിയും എടുത്തു. അതിനുശേഷം ബൂത്ത് കൺവെൻഷനുകൾ വിളിച്ചു. അതിനുശേഷം സിസ്റ്റമാറ്റിക് ആയിട്ട് പോഷക സംഘടനകളുടെ വർക്ക് ഉണ്ടായി. അപ്പൊ എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ സ്ഥാനാർത്ഥി ഇവർ പറഞ്ഞല്ലോ ഞങ്ങൾ ഏറ്റവും വലിയ നിലപാടുള്ള ആൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാം ഇവർ ചെയ്തില്ലേ? കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരുടെ പട